ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇൻട്രസ്റ്റ് ഒന്നും പറയില്ല. നമ്മളെ മാറ്റർ നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ഇൻസ്റ്റഗ്രാം നോക്കുകയാണെങ്കിൽ അവിടെ ന്യൂസ് കേൾക്കുകയാണെങ്കിൽ എന്ത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ആദ്യം ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ വല്ലാതെ ടച്ച് ചെയ്ത മീൻസ് ഇൻ എ നെഗറ്റീവ് വേ നമ്മളെ നാട്ടിലെ സെലിബ്രിറ്റീസിൻ്റെ റിപ്ലൈ ആണ്. പേര് ഞാൻ ആരും എടുത്ത് പറയുന്നില്ല, പക്ഷേ ചെയ്ത ഇത് മറ്റേ നമ്മുടെ ഏറ്റവും വലിയ ആള് മുതൽ താഴെയുള്ള ചെറിയ ആള് പോലും എന്താണ് ഇവർക്കൊക്കെ സംഭവിച്ചത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഭയങ്കര രോഷം. നമുക്ക് എന്തോ മലയാളത്തിൽ എസ്പെഷ്യലി ഈ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി നമ്മളെ മൂവി ആക്ടേഴ്സ് തന്നെയാണ്, അല്ലെങ്കിൽ മൂവിയിലുള്ള ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. ഇവരെല്ലാവരും ഞാനൊരു കാര്യം ചോദിക്കാം. എനിക്കിപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞാണ്, മെയ് 3 നടന്ന സംഭവം മെയ് 7 അതായത് ഓക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം, കേൾക്കാത്തവരും കാണാത്തവരുണ്ടെങ്കിൽ. കാരണം ഇത് ചെയ്യുന്ന ഇപ്പൊ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞ സെലിബ്രിറ്റീസിന് പോലും നീറ്റ് എന്താണെന്നോ അല്ലെങ്കിൽ നീറ്റ് എന്നാ നടന്നതെന്ന് പോകുന്ന ഒരു വിവരം ഉണ്ടാവില്ല, ഒന്നും അവർക്ക് അറിയണ്ടാവില്ല. ഇതെന്തോ ഒരു സംഭവം കണ്ടപ്പം ഞാൻ ആലോചിക്കും ഇടയ്ക്ക്, ഇനി ഇവരുടെ ഉള്ളിൽ നല്ല എന്താ പറയാ, ഈ യൂത്ത് നമ്മളെ തിയേറ്ററിൽ പടം കളിക്കണമെങ്കിൽ യൂത്ത് കയറണമല്ലോ. അതുകൊണ്ടാണോ? അല്ലാതെ നമ്മളൊരു വലിയൊരു പ്രശ്നം നടക്കുകയാണ്, ആ പ്രശ്നം നടക്കുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും നോക്കിയിട്ട് വേണ്ടേ ഒരാൾ റിയാക്ട് ചെയ്യാൻ. നമ്മൾ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ കാണാനും അവരെ ഫോളോ ചെയ്ത് അഡ്മയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരുടെ ചെറിയ വാക്കുകൾക്ക് പോലും വില ഉണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് വേണം ഒരു റെസ്പോണ്ട് ചെയ്യാൻ. എല്ലാ സെലിബ്രിറ്റീസും ഒറ്റ സ്വരത്തിൽ നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ എന്താ പറയാ സുരക്ഷാ സംവിധാനം പോലീസിനെയൊക്കെ കൊണ്ട് താഴേക്ക് ഇട്ടുകൊണ്ടിട്ട് ആ സ്റ്റുഡൻസിനെ പൊക്കി പിടിച്ച് കൊണ്ടുവരുന്നത് വിശ്വസിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാല്. നമ്മൾ ഓക്കെ, നമ്മൾ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. എത്ര വീഡിയോസ് ഉണ്ട് പോലീസിനെ പെരുമാറി, ഐ മീൻ പോലീസിനെ ആക്രമിക്കുന്ന എത്ര വീഡിയോസ് ഉണ്ട് സ്റ്റുഡൻസ്. അതിലൊരു വീഡിയോ കണ്ടാൽ പോലും ഈ ഒരു നമ്മൾ അതായത് നിഷ്പക്ഷമായിട്ട് പോലീസിന് നമ്മുടെ പൊളിറ്റിക്സ് നമ്മളെ പാർട്ടിയുടെ നമ്മളെ ഭരണ സംവിധാനത്തിന് കുറ്റം പറയുന്ന ആൾക്കാർക്ക് തിരിച്ചു ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടാൽ പോലും അവർ ചിന്തിക്കണ്ട, ഓക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന്. അതൊന്നുമില്ല. അപ്പൊ എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അപ്പൊ എന്തോ ഒരു കാര്യം അതിന് പിന്നിലില്ലേ? അല്ലാതെ കാരണം ഭയങ്കര ഒരു ദേഷ്യം സത്യം പറയാം. ഓണസ്റ്റ്ലി നമ്മളെ നാട്ടിലെ സെലിബ്രിറ്റീസിനോട് എസ്പെഷ്യലി തോന്നുന്നത് അതിൽ ഒരൊറ്റ ആളേ ഉള്ളൂ. ഒരൊറ്റ ആള്, അതായത് പേളിമാണി ഇപ്പൊ ഇതാക്കി തോന്നുന്നു. പക്ഷെ പേളിമാണിന്റെ പോസ്റ്റർ എനിക്ക് നല്ല, അതായത് ബാലൻസ് ചെയ്തുകൊണ്ട് ശ്രദ്ധിച്ച് ചിന്തിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി പേളിമാണി ചെയ്തത്. എന്നിട്ട് അവരിപ്പോ നേരിടുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പം ഇപ്പൊ എന്താ ആൾക്കാർക്ക് വേണ്ടത്? അതായത് അവർക്ക് പല പാർട്ടിക്കാരോടും പല ആൾക്കാരോടും പല കാരണങ്ങളാൽ ദേഷ്യവും വൈരാഗ്യം ഉണ്ടാവും. അപ്പൊ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതൊക്കെ കൂടി നമ്മുടെ എന്താ പറയാ നമ്മളെ പ്രധാനമന്ത്രിയുടെ മേലേക്ക് അവർ കാണിക്കുകയാണ്. സോ അതെല്ലാവരും അതിന്റെ ഫോളോ ചെയ്യണം, അതെന്നെ പറയാൻ പറ്റുള്ളൂ. അതിനെതിരെ ഒരു അഭിപ്രായം ആള് പറഞ്ഞാൽ അവർ പോഷക്കാര്. ഇപ്പൊ പേളിമാണി എന്ത് ബാലൻസ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം പേളിമാണി പറഞ്ഞ പോലെയായിരുന്നു നമ്മുടെ എല്ലാ സിനിമാക്കാരും പറയേണ്ടിരുന്നത്, എല്ലാ സെലിബ്രിറ്റീസും പറയേണ്ടിരുന്നത് പേളിമാണി പറഞ്ഞ പോലെയാണ്. അല്ലാതെ അവര് കണ്ട ഒന്ന് രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഫീഡ് കണ്ടിട്ട് അവര് തോന്നിയ പോലെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് കുറെ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കര സങ്കടകരമായി നടക്കുന്ന കാര്യമാണ്. ആരെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഗവൺമെന്റിന് നമ്മളതിനൊക്കെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കറിയാം. എന്നാൽ ഈ കാര്യത്തിൽ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് ഈച്ച് ആൻഡ് എവ്രി വൺ, എല്ലാ സെലിബ്രിറ്റീസും ഒരു ഭാഗത്ത് പോയിട്ട് ഇപ്പുറത്ത് കണ്ണിന്റെ മുമ്പിൽ കാണുന്നുണ്ട്. നമ്മൾ ഇത്ര വീഡിയോസ് നമ്മൾ കാണുന്നത്, അതൊന്നും അവർക്ക് പ്രശ്നമില്ല. അവര് സി ഏത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു നേരത്തെ കൂടി ഒരു എന്താ പറയാ ഒരു തവണ കൂടി പറയാം. മെയ് 3 നീറ്റ് എക്സാം 2020 നടക്കുന്ന 4 ദിവസത്തിന് ശേഷം അതിൽ ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് അതാണ്. ഈ നീറ്റ്, എയിംസ്, CBSE, NCERT എന്ന് വേണ്ട നമ്മളെ ഇന്ത്യയിലെ എല്ലാതും ഈ ധർമ്മേന്ദ്ര പ്രതാപ് എന്ന് പറഞ്ഞ മന്ത്രിയുടെ അണ്ടറിൽ വരുന്ന കാറ്റഗറി സെക്ഷൻസ് ആണ്. അതിലുള്ളതാണ് NTA, നാഷണൽ ടെസ്റ്റ് ഏജൻസി. അപ്പം നീറ്റ് എക്സാം 3 കഴിഞ്ഞിട്ട് മെയ് 7 ആയപ്പം ആ NTA തന്നെയാണ് പറയുന്നത് ഇതിലൊരു സംതിങ് റോങ് ഹാപ്പൻഡ് എന്ന്. അപ്പൊ അവരെന്നെയാണ് അത് പറഞ്ഞത്, അവരെന്നെ അത് കണ്ടുപിടിച്ചത്. അതിനുശേഷം അവരത് പോലീസിനെ ഏൽപ്പിച്ചു. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് 12 ഓക്കെ പോലീസ് കൺഫേം ചെയ്തു ഇത് ഒരു പ്രശ്നങ്ങൾ നടന്നിട്ട് ലീക്ക് നടന്നിട്ടുണ്ട്.
അതുകൊണ്ട് ക്യാൻസൽ ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് 2-3 ദിവസത്തിന് ശേഷം 15-ാം തീയതി 16-ാം തീയതിയോ ഈ പ്രധാനമന്ത്രി തന്നെ, അന്നൊന്നും നിങ്ങൾ ഈ പാർട്ടികൾ ഈ ഏരിയയിൽ പോലും ഇല്ല, ആരുമില്ല. ആ 15-ാം തീയതി അയാൾ നമ്മളെ ഈ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വന്നിട്ട് എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കാണ്, ക്ഷമയും ചോദിച്ചുകൊണ്ട് റീ എക്സാമിൻ ചെയ്യണം നമുക്കെന്ന് പറഞ്ഞ്, എന്താ പറയാ, റീ എക്സാമിന് ഡേറ്റ് ജൂൺ 21 കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വേറെ അതിന്റെ കൂടെ ഒരു നമ്മുടെ നാട്ടിലൊരു ഗവൺമെന്റിൽ എന്ത് പ്രശ്നം വന്നാലും അതിനുള്ള ഒരു പ്രശ്നം ഉണ്ടായി. ഓക്കെ, ഒരു പ്രശ്നം ഓൾറെഡി ഉണ്ടായി. അതിനുശേഷം അതിന് എടുക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ അവിടെ എടുത്ത് പോലീസും കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഇനി മുന്നോട്ട് അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് CBT എന്ന് പറഞ്ഞ ടെസ്റ്റ്, അതായത് ഇനി അങ്ങോട്ട് അടുത്ത വർഷം മുതൽ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആക്കാം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അതൊക്കെ ഓൾറെഡി ഇംപ്ലിമെന്റ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ കോക്രോച്ച് പാർട്ടി ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നത്. ജൂൺ 21 റീ എക്സാമിനേഷൻ കഴിഞ്ഞു. ജൂലൈ 16-ാം തീയതി റിസൾട്ട് വന്ന് എല്ലാവരും അത് ആഘോഷിക്കുകയാണ്. പിന്നെ ആർക്കും അവിടെ പ്രശ്നം? നമ്മളൊരു ലോജിക്കലി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതുവരെ ഒരു മാസം മുന്നേറ്റം ഇത് തുടങ്ങിയിരുന്നു, അവിടെ പ്രൊട്ടസ്റ്റ് തുടങ്ങി. അന്ന് എന്ത് ലാത്തി ചാർജോ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടോ? എത്ര കാലമായിട്ട് അവർ സമരം ചെയ്യുന്നത്, അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ റിസൾട്ടും കൂടി വന്നു കഴിഞ്ഞതിന് ശേഷം ഇത് സ്ലോ ഡൗൺ ചെയ്യാണ്. ഇത് ഏകദേശം കഴിഞ്ഞ്. കാരണം ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായി റീ എക്സാം ഒരു സംതിങ് ഹാപ്പൻ, അത് റീ എക്സാമിൻ ചെയ്ത് അതിന്റെ റിസൾട്ട് വന്നു, ഇനി എന്ത് സ്കോപ്പാണുള്ളത്? അപ്പം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി വരികയാണ്. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം, അതും പാർലമെന്റ് ഏരിയയിൽ പാർലമെന്റ് സമ്മേളനം നടക്കാൻ പോകുന്ന തീയതി, ആ ടൈമിൽ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഏരിയയിൽ ഓൾറെഡി ഡൽഹിയിൽ സെക്യൂരിറ്റി കുറച്ച് കൂടുതലാണ്. പിന്നെ ഇങ്ങനെ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒരു എന്താ പറയാ, അവർക്ക് ഒരു നോട്ടീസ് വേണം, അതായത് അലോ ചെയ്തെന്നുള്ള നോട്ടീസ് വേണം. അത് ഈ പാർട്ടിക്ക് ഇവരെടുത്തിട്ടില്ല. അപ്പം അതിനർത്ഥം ഓൾറെഡി ഇല്ലീഗൽ ആയിട്ടാണ് പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അത് കൂടാതെ ഇങ്ങനെ ഈ കല്ലേറും ഈ ബാരിക്കാഡ് നീക്കി പരിപാടികളൊക്കെ ചെയ്താൽ പിന്നെ ഏത് പോലീസുകാരെ നോക്കിക്കുക? ആരെ നോക്കി? ഏത് നാട്ടിലാണ് ഇതൊക്കെ നടക്കുക? അതും ഈ ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് ഇന്ത്യയിൽ ഞാൻ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ പറയില്ല, ഒരുപാട് വീഡിയോസ് ഓൾറെഡി അവൈലബിൾ ആണ്. കാരണം എത്ര കാലങ്ങൾ എവിടൊക്കെ ആയിട്ട് ചോദ്യപേപ്പർ ചോർച്ചകളും പലതും നമ്മൾ നാട്ടിൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് ആരാ മന്ത്രിയോട് രാജിവെക്കാൻ പറഞ്ഞത്? എന്നിട്ട് ഇപ്പം ഇവിടെ ഈ മന്ത്രി ഈ പൊളിറ്റിക്സ് പാർട്ടിനോട് മാത്രം എന്താ എല്ലാവർക്കും ഉത്തരവ്? അപ്പൊ എന്ത് സിമ്പിൾ ആണ്, വെരി എവിഡന്റ് ആണ്. ഇതിന്റെ ഒക്കെ റീസൺ എന്താ? ഇതൊന്നുമല്ല ഇപ്പം കാണുന്ന ഈ നീറ്റും ഇതൊന്നുമല്ല ഇതിന്റെ പ്രശ്നം. അതിന്റെയൊക്കെ പ്രശ്നം വേറെയാണ്. അത് വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഇപ്പോഴുള്ള പ്രധാനമന്ത്രിനെയോ അവരൊന്നും താഴെ ഇറക്കണമെങ്കിൽ ഒരു കാലത്ത് നടക്കാൻ പോയില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു ചാൻസ്, ഒരു ഓപ്പ് കിട്ടിയാലെന്നുള്ള രീതിയിൽ ചിലപ്പം ആഗ്രഹിക്കുന്ന ഒരുപാട് ശക്തികളാവാം ഇതിന് പിന്നിൽ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ, കാരണം എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഒരു സങ്കടം തോന്നിപ്പോയത് നമ്മളെ നാട്ടിലെ, ബാക്കിയുള്ളവരും പോട്ടെ, നമ്മളെ കേരളത്തിലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റീസിന്റെ റെസ്പോണ്ട് കണ്ടിട്ടാണ്. ഇത്രയൊക്കെ കൺമുമ്പിൽ കണ്ടിട്ടും നമ്മുടെ സൈന്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാരെയൊക്കെ മർദ്ദിക്കണം, കല്ലെറിയുന്നതും ചവിട്ടുന്നതും കുത്തുന്നതും ഒക്കെ കണ്ടിട്ടും അതൊന്നുമില്ല അവർക്ക് കുട്ടികളെ, അതായത് ഇതൊക്കെ ചെയ്ത പിന്നെ പോലീസുകാർ നോക്കിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത കുട്ടികളെ. ഈ ലാത്തി ചാർജ് ഒന്നും ആർക്കും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല. അതിനൊക്കെയുള്ള എല്ലാ എന്താ പറയാ, അതൊന്നും നമ്മൾ ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് തള്ളിക്കളയല്ല. പക്ഷെ അതിനൊരു കോസ് ഉണ്ട്, അതിനൊരു റീസൺ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ, ഞാനിപ്പോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു റെസ്പോൺസ് ആണ്, നമ്മളെ സെലിബ്രിറ്റീസിന്റെ റെസ്പോൺസ് ആണ്. അതിൽ എന്നെ സംബന്ധിച്ചുകൊണ്ട് എനിക്ക് ആകെ നട്ടലുള്ള ഒരാൾ നമ്മളെ കേരളത്തിൽ എനിക്ക് തോന്നി പേളിമാണിനെ മാത്രമാണ്. കാരണം ഷീ ചൂസ് ടു എന്താ പറയാ, ഇപ്പം അതായത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അവരുടെ ആ നോട്ട്സിൽ തന്നെ ഉണ്ട്. കാരണം ഒരുപാട് പേര് പ്രഷർ ചെയ്യും, ഒന്ന് റെസ്പോണ്ട് ചെയ്യും. എല്ലാവർക്കും തന്നെ ആയിരിക്കും. പല സെലിബ്രിറ്റീസിനെ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, ആരൊക്കെയോ പുഷ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്താന്ന് അറിയാം. ഈ ഒരു പേടി സെലിബ്രിറ്റീസിന്. കാരണം നമുക്ക് പേളിമാണിക്ക് കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, ഞാൻ പറയും എനിക്ക് എന്തോന്നിലും വേണ്ടില്ല, അത് കാണിക്കാൻ പലർക്കും പറ്റുന്നില്ല. അപ്പൊ അവർക്കറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സെലിബ്രിറ്റീസിന് അറിയാം ആരെ കൂടിയാണ്, തെറ്റോ ശരിയോ ആരെ ഭാഗത്താവട്ടെ, പക്ഷെ ആൾക്കാർ ആരെ കൂടിയാന്ന് അറിയാം. അതുകൊണ്ട് അവര് ആ ഭാഗത്തിന് സപ്പോർട്ട് ചെയ്ത് പറയുന്നു. പക്ഷെ എന്ത് നാണം കെട്ട മോശം പരിപാടി. എനിക്ക് ഫുൾ റെസ്പെക്ട്, നമ്മളെ ഇതിനോട് റെസ്പോണ്ട് ചെയ്ത എല്ലാ ആക്ടേഴ്സിനോടും അല്ലെങ്കിൽ എല്ലാ റെസ്പെക്റ്റും എല്ലാ സ്നേഹവും ഇങ്ങോട്ടോ പോയി. കാരണം നമ്മൾ ഇങ്ങനെയല്ല സെലിബ്രിറ്റീസ്. കാരണം ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവർ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ, അതായത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് സെലിബ്രിറ്റീസ്. സോ അവർ പറയുമ്പോൾ അവരത് ഒരുപാട് ചിന്തിക്കണം. അവർ കണ്ണടച്ചും കൊണ്ട് അവരെ കൊണ്ട് നിഷ്പക്ഷമായിട്ട് നമ്മളെ പോലീസ് സംവിധാനത്തിന് അവരൊക്കെ തള്ളി പറഞ്ഞിട്ട് അതാന്ന് പറയണത് എന്ത് പരിപാടിയാണ്? ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.